വിശദമായ വാർത്തകളിലേക്ക്. ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ഇന്നും മുടങ്ങി. INTUC-യും സ്വതന്ത്ര സംഘടനകളും സമരം തുടരുന്ന പശ്ചാത്തലത്തിലാണ് ടെസ്റ്റുകൾ ഇന്നും മുടങ്ങിയത്. ടെസ്റ്റിന് വന്നവരെ സമരക്കാർ കയറ്റുന്നില്ല. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും AB, തിരുവനന്തപുരത്ത് നിന്നും സൂര്യഗായത്രി എന്നിവർ ചേരുന്നു. ആദ്യം കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായി AB ജോൺ തോമസ് ചേരുന്നു. AB, ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ഇന്നും മുടങ്ങി. INTUC-യുടെയും സ്വതന്ത്ര സംഘടനകളുടെയും നേതൃത്വത്തിലാണ് സമരം തുടരുന്നത്. എന്തൊക്കെയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ? കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ആ നിലപാടിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടത്താൻ കഴിയില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ എത്തിയിരിക്കുന്നത്. രാവിലെ ഇവിടേക്ക് കൂടുതലായിട്ടുള്ള ലേണേഴ്സിനുള്ള ടെസ്റ്റ് നടത്തുന്നതിനുള്ള ആളുകൾ മാത്രമാണ് എത്തിയിരുന്നത്. ആ ഘട്ടത്തിൽ കഴിഞ്ഞ ദിവസത്തേതുപോലെ സമാനമായ രീതിയിലുള്ള പ്രതിഷേധം നമുക്ക് ഇന്ന് ഇവിടെയും കാണാൻ കഴിയും എന്നുള്ളതാണ്. ആളുകളെ ഈ ഡ്രൈവിംഗ് ടെസ്റ്റിനായി എത്തുന്ന ആളുകളെ അതിലേക്ക് കയറ്റാത്ത രീതിയിൽ തന്നെ സംയുക്ത സംഘടനകളുടെ നേതൃത്വം തന്നെയാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് ഇവർ കടക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും തങ്ങളുടെ നിലപാടിൽ മാറ്റമില്ല. ഇന്നും ആ നില തന്നെ തുടരുകയാണ്. തങ്ങൾക്ക് മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങളെല്ലാം തന്നെ പരിഹരിച്ച് ലഭിച്ചെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ അതിൽ തീരുമാനമുണ്ടായെങ്കിൽ മാത്രമേ തങ്ങൾ ഇത്തരത്തിലൊരു സഹകരണവുമായി മുന്നോട്ട് പോകത്തുള്ളൂ. അല്ലാത്ത പക്ഷം ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ ഇനിയും തുടരും എന്ന് തന്നെയാണ് കൊച്ചിയിൽ നിന്നും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷന്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മോട് ഇക്കാര്യത്തിൽ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. തങ്ങളുടെ നിലപാട് അവർ ഉറച്ചു പറയുന്നു. അവർ ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. സർക്കുലറിലെ നിർദ്ദേശങ്ങൾ പിൻവലിക്കുക, അല്ലാത്ത പക്ഷം ഇത്തരത്തിലുള്ള നടപടികളുമായി, പ്രതിഷേധ നടപടികളുമായി തങ്ങൾ മുന്നോട്ട് പോകുമെന്ന് തന്നെ അവർ ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. എബി, നിരവധി പേർ എത്തിയിട്ടുണ്ടോ? ഈ സമരം നടക്കുന്ന കാര്യം അറിയാതെ നിരവധി പേരാണോ ഇപ്പോൾ എത്തിയിരിക്കുന്നത്? ഇന്നിപ്പോൾ കൊച്ചി അത്തരത്തിലുള്ള അല്ലെങ്കിൽ ഡ്രൈവിംഗ് ടെസ്റ്റിനായി എത്തുന്ന ആളുകൾ വളരെ അധികം ഇല്ല എന്നുള്ളതാണ്. മറിച്ച് ഈ ലേണേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എത്തിയിട്ടുള്ള ആളുകളുണ്ട്. അവരാണ് എത്തിയിട്ടുള്ളത്. മറ്റ് ഇത്തരത്തിലുള്ള പ്രതിഷേധം നടക്കുന്നത് കൊണ്ട് തന്നെ ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ അവരുടെ കീഴിലുള്ള ഈ ഡ്രൈവിംഗ് ടെസ്റ്റിന് വരുന്ന ആളുകളെ കൂടുതലായി അങ്ങോട്ട് എത്തിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. സ്വതന്ത്രമായിട്ട് എന്തായാലും ആളുകൾക്ക് എത്താൻ കഴിയില്ല. അത്തരത്തിൽ സ്വതന്ത്രമായിട്ട് എത്തുന്ന ആളുകളെ ഒരിക്കലും അംഗീകരിക്കില്ല, അനുവദിക്കില്ല എന്ന് തന്നെയാണ് അവർ കഴിഞ്ഞ ദിവസവും വ്യക്തമാക്കിയിരുന്നത്. ആ നില തന്നെ ഇപ്പോഴും തുടരുന്ന സാഹചര്യം തന്നെയാണ്. ഡ്രൈവിംഗ് സ്കൂളുകളിൽ പഠിച്ചിട്ട് വരുന്ന ആളുകൾ വളരെ കുറവാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. കൂടാതെ തന്നെ ഗതാഗത വകുപ്പ് മന്ത്രിയുടെയോ അല്ലെങ്കിൽ മറ്റ് അധികൃതരുടെയോ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഈ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ മുടങ്ങുന്നതിനെ സംബന്ധിച്ച് വന്നിട്ടുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട എന്തായാലും ഈ ഹൈക്കോടതി ഉൾപ്പെടെ ഈ സർക്കുലറിനെ അനുകൂലിച്ചുകൊണ്ട് ഗതാഗത കമ്മീഷണറെ അനുകൂലിച്ചുകൊണ്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ സർക്കാരിനും ഈ അധികൃതർക്കും ഇത് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു നില തന്നെയാണ് നിലവിലുള്ളത്. പക്ഷേ ഈ പ്രതിഷേധം തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഈ ഡ്രൈവിംഗ് സ്കൂളിന്റെ ഉടമകളിൽ നിന്നും ഉണ്ടാകുന്നത്. അവരുടെ നിലപാടാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ തുടരും. ചർച്ചകൾക്കുള്ള സാഹചര്യങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് അധികൃതർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നത്. കഴിഞ്ഞ ദിവസവും ഗതാഗത കമ്മീഷണറുമായി ചർച്ച നടത്തിയിരുന്നു. അതിൽ ചർച്ച ചെയ്ത് കാര്യങ്ങൾ പരിഹരിക്കാം എന്നുള്ള ഒരു ഉറപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് അന്നത്തെ പ്രതിഷേധം ഏതാണ്ട് അവസാനിപ്പിച്ചുകൊണ്ട് ഈ ഡ്രൈവിംഗ് സ്കൂൾ അധികൃതർ പിന്മാറുന്ന സാഹചര്യം ഉണ്ടായത്. എന്നാൽ മറിച്ച് ആ ചർച്ച വളരെ തുടർന്നുള്ള ചർച്ചകൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും ഈ ചർച്ചയിലൂടെ മാത്രമേ ഇനിയിപ്പോൾ ഇത് പരിഹരിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് തന്നെയുള്ള അതിനുള്ള നടപടികൾ, ആ ചർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ള ഒരു വിഷയമാണ് ഇപ്പോൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ 15 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ ഉപയോഗിക്കാൻ കഴിയില്ല. കാലിൽ ഗിയറുള്ള വാഹനങ്ങൾ തന്നെ, ഇരുചക്ര വാഹനങ്ങളുടെ ലൈസൻസിന് വേണം തുടങ്ങിയ കാര്യങ്ങളാണ് വ്യക്തമാക്കിയിരുന്നത്, അല്ലെങ്കിൽ ആ സർക്കുലറിൽ ആവശ്യപ്പെട്ടിരുന്നത്. അത് ഒരു തരത്തിലും പ്രായോഗികമല്ല എന്നുള്ളതായിരുന്നു ഈ ആളുകളുടെ, അതായത് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ പ്രധാനപ്പെട്ട വാദം. പക്ഷേ എന്നാൽ അത് കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയും കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുമുള്ളതാണ് എന്നായിരുന്നു സർക്കാരിന്റെ വാദം. അത് അംഗീകരിച്ചുകൊണ്ടാണ് കോടതി അനുകൂലമായിട്ടുള്ള നില ഗതാഗത കമ്മീഷണർക്കും ഒപ്പം തന്നെ ഗതാഗത വകുപ്പിനും അനുകൂലമായിട്ടുള്ള ഒരു നില ഹൈക്കോടതി സ്വീകരിച്ചത്. പക്ഷേ തുടരുക. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും കമലേഷ് തെക്കേക്കാട് ചേരുന്നുണ്ട്. കമലേഷ്, ഡ്രൈവിംഗ് ടെസ്റ്റുകളിന് ഇന്നും മുടക്കം സംഭവിച്ചിരിക്കുന്നു. INTUC-യും സ്വതന്ത്ര സംഘടനകളും ചേർന്നാണ് ഇപ്പോൾ സമരം തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഉള്ളത്. എന്തൊക്കെയാണ് തിരുവനന്തപുരത്ത് നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ?
വൃന്ദ, നേരത്തെ തന്നെ ഈ വലിയ തരത്തിലുള്ളൊരു പ്രശ്നം ഇതുമായി ബന്ധപ്പെട്ട് ഈ ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു. ആ ഘട്ടത്തിൽ INTUC-ക്കൊപ്പം CITU അടക്കമുള്ള സംഘടനകളും ഇത്തരം പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് ഒപ്പമുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഒരു ഘട്ടത്തിൽ ഇവിടെ തിരുവനന്തപുരത്ത് ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായി നടത്തിയ ചർച്ചയിൽ INTUC-യുടെയും അതുപോലെ തന്നെ CITU-ന്റെയും പ്രതിനിധികൾ ചർച്ച നടത്തിയിരുന്നു ഈ ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട്. എന്നാൽ ഇതിൽ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കാം, ഇത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താം എന്ന ഒരു കാര്യത്തിന്റെ അങ്ങനെ ഒരു ഉറപ്പിന്റെ ഭാഗമായിട്ടാണ് CITU-യും INTUC-യും ആ ഒരു ചർച്ച അവസാനിപ്പിച്ച് വന്നത്. പിന്നാലെ തൊട്ടടുത്ത ദിവസം CITU ഈ സമരത്തിൽ നിന്ന് പിന്മാറുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ചില ഉറപ്പുകൾ സർക്കാർ നൽകിയിട്ടുണ്ട്, അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്മാറുന്നത് എന്നൊരു വിശദീകരണമാണ് CITU-ന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്നാൽ ഇന്നിപ്പോൾ വീണ്ടും ഈ ടെസ്റ്റ് മുടങ്ങുകയാണ്. INTUC അവരുടെ സമരത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ സംഘടനകളെല്ലാം തന്നെ ഉന്നയിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ 15 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ ഈ ടെസ്റ്റുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കരുത് എന്നതാണ് ഇപ്പോൾ സർക്കാർ നിർദ്ദേശം വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഗതാഗത വകുപ്പിന്റെ ഒരു നിർദ്ദേശം വന്നിട്ടുള്ളത് ഈ സർക്കുലറിൽ. അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. അതായത് സംസ്ഥാനത്തെ മുഴുവൻ ഡ്രൈവിംഗ് സ്കൂളുകളിലും ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള പഴയ വണ്ടികൾ തന്നെയാണ്. ഇവയെല്ലാം ഒറ്റയടിക്ക് മാറ്റിക്കൊണ്ട് വലിയൊരു സാമ്പത്തിക ബാധ്യത തലയിലെടുത്ത് വെക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഡ്രൈവിംഗ് സ്കൂളുകളുടെ ഒരു നിലപാട്. അതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. ഇതിലൊരു ഇളവുണ്ടാകണം എന്നതാണ് അവരുടെ ആവശ്യം. മറ്റൊന്ന് എന്ന് പറയുന്നത് പ്രതിദിന ടെസ്റ്റുകളുടെ എണ്ണമാണ്. അതായത് ഒരു ദിവസം ലൈസൻസ് കൊടുക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ടെസ്റ്റ് നടത്താൻ കഴിയുന്ന ടെസ്റ്റുകളുടെ എണ്ണം ക്രമീകരിച്ചിരുന്നു. ഇത് 40 പുതിയ ടെസ്റ്റുകളും 20 റീടെസ്റ്റ് അടക്കമുള്ള പഴയ ടെസ്റ്റുകളും വീണ്ടും നടത്തുന്ന ടെസ്റ്റുകളുമാണ്. അതായത് അങ്ങനെ ഒരു ദിവസം 60 ടെസ്റ്റുകൾ മാത്രമേ നടത്താൻ കഴിയൂ എന്നതാണ് നിലവിലെ സാഹചര്യം. ഇതും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ സംഘടനകളുടെ ഒരു നിലപാട് നിലവിൽ. എന്തുകൊണ്ടെന്നാൽ ഓരോ ദിവസവും, അതായത് നിരവധി വാഹനങ്ങളാണ് ഓരോ പ്രതിദിനം അല്ലെങ്കിൽ നിരത്തിലിറങ്ങുന്നത്. അതോടൊപ്പം തന്നെ അപേക്ഷകളുടെ എണ്ണം, അതായത് ലൈസൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകളുടെ എണ്ണം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ് ഈ വർഷം ഉണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ ഓരോ മാസവും കൂടുതൽ അപേക്ഷകൾ വരികയാണ്. ഈ സാഹചര്യത്തിൽ ഈ പ്രതിദിന ടെസ്റ്റുകളുടെ എണ്ണം 60-ൽ ക്രമീകരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ ക്രമപ്പെടുത്തി കഴിഞ്ഞാൽ ഈ അപേക്ഷകൾ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. കൂടുതൽ ആളുകൾക്ക് അപേക്ഷകൾ, ഈ ലൈസൻസുകൾ ലഭിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ടാവും. ഇതും നടപ്പിലാക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഈ 60 എന്നത് ഉയർത്തണം എന്ന ഒരു ആവശ്യമാണ് ഇപ്പോൾ അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. സ്വാഭാവികമായി അത് ഇപ്പോൾ ഡ്രൈവിംഗ് സ്കൂൾ ഉടമ ശ്രീ ഡിക്സൺ ചേരുന്നു. ശ്രീ ഡിക്സൺ, ഇപ്പോൾ ടെസ്റ്റിന് വന്നവരെ സമരക്കാർ കയറ്റുന്നില്ല. ഡ്രൈവിംഗ് സ്കൂളുകൾ ഇന്നും മുടങ്ങുന്ന ഒരു സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത്. സർക്കാരുമായുള്ള ചർച്ചയിൽ ഏതെങ്കിലും തരത്തിലുള്ള സാധ്യത കാണുന്നുണ്ടോ? അതായത് ഇത്തരത്തിൽ ഈ ഡ്രൈവിംഗ് ടെസ്റ്റുകളിൽ നല്ല രീതിയിലുള്ള ഒരു മാറ്റം വരുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷകള് ഞങ്ങൾക്കുണ്ട്. കാരണം ഞങ്ങൾ കോടതിയെ സമീപിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. എന്നിരുന്നാലും ഓരോ ദിവസം ചെല്ലുന്നതോറും ഓരോ സർക്കുലർ വെറുതെ ഒരു പേപ്പറിന്റെ പോലും വിലയില്ലാതെ സർക്കുലർ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗതാഗത വകുപ്പിൽ നിന്ന്. മന്ത്രിയാണ് ഇതിന് മുൻപന്തിയിൽ നിൽക്കുന്നത്. കൂടിയാലോചിച്ചല്ല, ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചിച്ചല്ല മന്ത്രി ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടായിരിക്കുന്നത്. ശ്രീ ഡിക്സൺ, ഇതേപോലെ തന്നെ വാഹനങ്ങളിലെല്ലാം മാറ്റം വരുത്തണം എന്നുള്ള സർക്കുലർ ഇറങ്ങുന്നത് മൂലം തന്നെ വലിയൊരു ബാധ്യത ഈ ഡ്രൈവിംഗ് സ്കൂളിലെ ആളുകൾക്ക് വരുന്നില്ലേ? മോട്ടോർ വാഹന നിയമത്തിൽ പറയുന്നത് ഡ്യുവൽ കൺട്രോളിംഗ് ഉള്ള വാഹനങ്ങൾ വേണം എന്നാണ്, ഡ്രൈവിംഗ് സ്കൂളിൽ വേണമെന്നാണ് ആക്ടിൽ പറഞ്ഞിരിക്കുന്നത്. അതിനെ ലംഘിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന പുതിയ സർക്കുലറിൽ പറയുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഡ്യുവൽ കൺട്രോളിംഗ് പാടില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ റോഡിലൂടെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുമ്പോൾ റോഡിലൂടെ നടന്നു പോകുന്ന ആളുടെ ജീവനും, ഡ്രൈവിംഗ് ടെസ്റ്റിന് വന്നിരിക്കുന്ന സ്റ്റുഡന്റിന്റെ ജീവനും, അതേപോലെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന ഉദ്യോഗസ്ഥന്റെ ജീവനും ഭീഷണിയാണ്. കൂടാതെ ഞങ്ങളുടെ വാഹനത്തിലാണ് ടെസ്റ്റ് നടത്തുന്നതെങ്കിൽ ഞങ്ങളുടെ വാഹനത്തിന്റെ കാര്യത്തിലും ഇതുണ്ടാകും, അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതൊന്നും കണക്കിലെടുക്കാതെയാണ് ഇപ്പൊ പുതിയ സർക്കുലർ ഇറക്കിയിരിക്കുന്നത്. നന്ദി. ശ്രീ ഡിക്സനാണ്, ഡ്രൈവിംഗ് സ്കൂൾ ഉടമയാണ് ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിച്ചത്. കമലേഷ് തുടരുകയാണ്. കമലേഷ്, കേൾക്കാമെങ്കിൽ? ഡ്രൈവിംഗ് ടെസ്റ്റുകൾക്ക് ഇന്നും മുടക്കം സംഭവിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിരവധിയായ ആളുകൾ എത്തുന്നുണ്ടോ ഇന്നും ഈ ഡ്രൈവിംഗ് ടെസ്റ്റിനായി?
വൃന്ദ, തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ തന്നെ ഇന്നും ഈ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ മുടങ്ങുകയാണ്. അല്ലെങ്കിൽ അത്തരം സമരത്തിന്റെ ഭാഗമായി ഈ പ്രതിഷേധക്കാർ ഇത്തരത്തിൽ ടെസ്റ്റുകൾ നടത്താൻ അനുവദിക്കാത്ത ഒരു സാഹചര്യം തന്നെയാണ് തിരുവനന്തപുരത്തുമുള്ളത്. നിരവധി ആളുകൾ വന്ന് മടങ്ങുന്ന, അവരെ ടെസ്റ്റ് നടത്താൻ അനുവദിക്കാത്ത ഒരു സാഹചര്യം തന്നെയാണ് തിരുവനന്തപുരത്തും ഉള്ളത്. ഇത് സംസ്ഥാന വ്യാപകമായി ഈ നിലയിൽ ടെസ്റ്റുകൾ ഇനി നടത്താൻ അനുവദിക്കില്ല. ഇവർ പറഞ്ഞ ആവശ്യങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ അനുകൂലമായ ഒരു നിലപാട് ഉണ്ടായില്ലെങ്കിൽ ടെസ്റ്റുകൾ നടത്താൻ അനുവദിക്കില്ല എന്നുള്ളത് തന്നെയായിരുന്നു നേരത്തെ തന്നെ ഇവരുടെ ഒരു തീരുമാനം. അതിനനുസരിച്ച് തന്നെയാണ് നിലവിൽ കാര്യങ്ങൾ പോകുന്നത്. കഴിഞ്ഞ ദിവസം ഈ ചർച്ചയ്ക്ക് ശേഷം INTUC പ്രതിനിധികൾ തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യം, ഇതിൽ അനുകൂലമായൊരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന്, ഗതാഗത വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ ഈ സെക്രട്ടേറിയറ്റിലേക്ക് അടക്കം ഈ സമരം വ്യാപിപ്പിക്കുന്ന നിലയിലേക്ക് വലിയ തരത്തിലുള്ള ഒരു പ്രക്ഷോഭത്തിലേക്ക് കാര്യങ്ങൾ കടക്കും എന്നുള്ളത് തന്നെയാണ് അവരുടെ ഒരു മുന്നറിയിപ്പായി നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും നിലവിൽ ഈ ടെസ്റ്റുകൾ മുടക്കിക്കൊണ്ടുള്ള, അല്ലെങ്കിൽ അത് തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമരമാർഗം തന്നെയാണ് ഈ സംഘടനകൾ സ്വീകരിക്കുന്നത്. ആ നിലയിൽ തന്നെയാണ് തിരുവനന്തപുരത്തും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. വൃന്ദ, വ്യക്തമാണ്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും എബി ജോൺ തോമസ്, തിരുവനന്തപുരത്ത് നിന്നും കമലേഷ് തെക്കേക്കാട്. മറ്റു വാർത്തകളിലേക്ക്.